കാലത്തിൻ്റെ ചക്രങ്ങൾ വീണ്ടും കറങ്ങുകയാണ്. ഓരോ സെക്കൻഡും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മഹാ അത്ഭുതത്തിലേക്കാണ്. അതെ, റമളാൻ. ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന, നരകവാതിലുകൾ അടക്കപ്പെടുന്ന, കാരുണ്യം പെയ്തിറങ്ങുന്ന വിശുദ്ധമായ 30 ദിനങ്ങൾ. സുഹൃത്തുക്കളെ, റമളാൻ മാസത്തിൽ അല്ലാഹു സ്വർഗവാതിലുകൾ തുറക്കുന്നു എന്നാണ് പ്രമാണം. പക്ഷേ നമ്മുടെ ഹൃദയവാതിലുകൾ നമ്മൾ തുറക്കാതെ എങ്ങനെയാണ് ആ അനുഗ്രഹം അകത്തു കയറുക? പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് നോമ്പ് നോക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മോട് തെറ്റ് ചെയ്തവർക്ക് അല്ലാഹുവിന് വേണ്ടി മാപ്പ് നൽകി ഈ റമളാനിനെ സ്വീകരിക്കാം. ഈ റമളാൻ വെറും ഒരു മാസമല്ല, അതൊരു ട്രെയിനിങ് ആണ്. വരാനിരിക്കുന്ന 11 മാസങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്നതിനായുള്ള ട്രെയിനിങ്. നമ്മുടെ ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും, അല്ലേ? നമ്മുടെ ജീവിതം പാപങ്ങൾ കൊണ്ട് ഹാങ്ങായിരിക്കുകയാണ്. ആ ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമാണ് ഈ വരാനിരിക്കുന്ന റമളാൻ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് വരുന്നത്. അല്ലാഹുവിനോട് കരഞ്ഞു ചോദിക്കാൻ, തളർന്നു പോയ മനസ്സിന് കരുത്തു നേടാൻ ഇതിലും നല്ലൊരു സമയമില്ല. ഖുർആൻ അലമാരയിൽ നിന്ന് എടുത്ത് പൊടിതട്ടിയെടുക്കാൻ മാത്രമല്ല, അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കൂടി തയ്യാറെടുക്കാം. റമളാൻ അവസാനിക്കുമ്പോൾ നമ്മൾ പഴയ ആളുകളായിരിക്കരുത്. പുതിയൊരു മനുഷ്യനായി, പാപഭാരമില്ലാത്ത ഒരാളായി നമുക്ക് മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.